നമ്മൾ ലാറ്ററൈറ്റ് എന്ന റോക്കിനെ അറിയുന്നത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് എന്നാണ്. ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുക, ജനങ്ങള് അവരെ നല്ല രീതിയിൽ ഈ കല്ല് പ്രിസർവ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാതെ ഇത് ഉപയോഗിക്കാനും അവരെ ബോധവാന്മാരാക്കാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ചെങ്കല്ല്, ഇരുമ്പ്, അലൂമിനിയം എന്നിവയാൽ സമ്പന്നമായ മണ്ണും പാറയുമുള്ള ഭൗമശാസ്ത്രപരമായി പ്രാധാന്യമുള്ള അങ്ങാടിപ്പുറത്തിന്റെ ഭൂപൈതൃകം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അങ്ങാടിപ്പുറം PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ക്യാമ്പയിൻ മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ഒരു ഭൂപൈതൃക പ്രദേശമാണ്. 1807 ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ ഫ്രാൻസിസ് ബുക്കാനൻ ഹാമിൽട്ടൺ ആണ് അങ്ങാടിപ്പുറത്തെ ചെങ്കല്ല് ആദ്യമായി കണ്ടെത്തിയത്. ചെങ്കല്ല്, ഇരുമ്പ്, അലൂമിനിയം എന്നിവയാൽ സമ്പന്നമായ മണ്ണും പാറയുമുള്ള ഭൗമശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഭൂപ്രദേശമായി അങ്ങാടിപ്പുറത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നു. മണ്ണ് ഗവേഷണം, ഉഷ്ണമേഖലാ ഭൗമശാസ്ത്രം, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ മണ്ണൊലിപ്പ്, ഭൂമി ശോഷണം എന്നീ പ്രക്രിയകളെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തുന്നതിന് വളരെയധികം സഹായകരമാകുന്ന അങ്ങാടിപ്പുറത്തെ മണ്ണും പാറയും സംരക്ഷിക്കുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറം PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മഞ്ഞളാംകുഴി അലി MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷന്റെ തുടർച്ചയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിവരുന്ന സ്വച്ഛതാ ഹി സേവയുടെ ഉദ്ഘാടനം കേന്ദ്ര ഖനി മന്ത്രാലയ മേധാവി വിവേക് കുമാർ ശർമ്മ നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ചെങ്കല്ലിന്റെ ശിലാസ്മാരകം മഞ്ഞളാംകുഴി അലി MLA അനാച്ഛാദനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളും ആവശ്യപ്പെടുന്നത് ലാറ്ററൈറ്റിനെ സംരക്ഷിക്കണമെന്നാണെന്നും മണ്ണിനെ ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കുന്നതിന് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് നമ്മുടെ കല്ലിന് വളരെ നീണ്ട ലൈഫ് കിട്ടുന്നത്, വളരെ വലിയ ലൈഫാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള കല്ലിന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കീഴിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുക, ജനങ്ങൾ അവരെ നല്ല രീതിയിൽ ഈ കല്ല് പ്രിസർവ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാതെ ഇത് ഉപയോഗിക്കാനും അവരെ ബോധവാന്മാരാക്കാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ ജിയോ ടൂറിസം നമ്മുടെ മണ്ഡലത്തിൽ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വച്ഛതാ ഹി സേവയിൽ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഇതോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണം, ശുചീകരണം തുടങ്ങിയ പ്രവൃത്തികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഖനി മന്ത്രാലയ മേധാവി വിവേക് കുമാർ ശർമ്മ പറഞ്ഞു. स्वच्छता ही सेवा स्वच्छता दिवस के पहले पखवाड़े में मनाया जाने वाला एक कैंपेन है, जिसके थ्रू हम लोग अलग अलग थीम के तहत सफाई अभियान को एक अलग लेवल पर ले जा करके उसको और जन आंदोलन का रूप देते हैं, जिसमें सभी जो लोकल बॉडीज़ हैं, लोकल जो नागरिक हैं, उनका योगदान बहुत महत्वपूर्ण होता है. और साथ ही साथ इस बार एक विशेष आयोजन भी किया जा रहा है सफाई मित्र कैंपेन के थ्रू, जिसमें उन सभी लोगों को जो डायरेक्टली इस काम में जुड़े रहते हैं. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ വി അമ്പിളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലോകത്ത് തന്നെ നമ്മൾ ലാറ്ററൈറ്റ് എന്ന റോക്കിനെ അറിയുന്നത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് എന്നാണ്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു പൈതൃകവും അതിൻ്റെ കൾച്ചറും എല്ലാം ഒരു ജിയോ ടൂറിസം എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രദേശത്ത് ഈ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പോൾ അത് പൊതുജനങ്ങളുടെ അറിവിലേക്കും പബ്ലിക് എല്ലാവർക്കും ആ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡയറക്ടർ R രവിചന്ദ്രൻ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ, ഡയറക്ടർ PN സലീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.